ശിവാനി ഓൺ സ്റ്റഡി ടൈം. രാവിലെ ഇന്ന് എത്ര മണിയാ? 8:45. ഉത്തരവാദിത്തമുള്ള ശിവാനി എന്ത് പഠിക്കുന്നത്? ശിവാൻ എന്തു പഠിക്കുന്നത്? മലയാളം. നാളെ എന്തു മിട്ടേമിന്? മലയാളം EVS. രാവിലെ മഴയും പിടിച്ച് ഉറങ്ങാൻ സമ്മതിക്കാതെ പാവം ശിവാനിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. Guys, welcome back to my YouTube channel. നമ്മളെവിടെ പോണേ? എൻ്റെ എക്സാം ബോർഡ് മേടിക്കാൻ പോവാണ് ഗൈസ്. മിനി ഷോപ്പിംഗ് വ്ലോഗാണ് അല്ലേ? മിനി ഷോപ്പിംഗ്. നമുക്ക് പോവാം. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് ശിവന്റെ എക്സാം പോയി വെക്കാൻ പോകുന്നത്? കുണ്ടറ സീറ്റിലാണ്. നമുക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ CK സൂപ്പർ ബസ്സാണ്. നമ്മൾ എത്തി. നമുക്ക് മേടിക്കാം. ഷോപ്പിലെത്തി തന്നെ നമുക്ക് എക്സാം ബോർഡ് നോക്കാം. നമുക്ക് എക്സാം ബോർഡ് നോക്കാം. മൊത്തം നനഞ്ഞ് കുളിച്ചൂടെ. നമുക്ക് എക്സാം ബോർഡ് നോക്കാം. എക്സാം ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടത് യൂണിഫോൺ ആയിരിക്കും മിക്കവാറും. ശിവാനി ഇവിടെ തപ്പു. ശിവാനിക്ക് ഏത് കിട്ടിയാലും തൃപ്തി വരാത്തത് കൊണ്ട് ശിവൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ശിവാനിക്ക് യൂണിക്കോൺ ഇഷ്ടപ്പെട്ടു. അത് മേടിച്ചിരിക്കും. ശിവാനി എക്സാം ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നോക്കാം. നമ്മൾ വന്നാൽ നോക്കാതെ പോകുന്നത് മോശമല്ലേ? കുറേ കളിപ്പാട്ടുണ്ട്. ഏതിന് വേണം ശിവാനി? നിനക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. ഒന്നും നോക്കാൻ സമയത്തില്ല. എന്തോത്തിനാണോ എന്തോ. അമ്മ എൻ്റെ പേന എനിക്ക് വേണം. അമ്മയുടെ ഒന്നും തന്നെ നോക്കാൻ സമയത്തില്ല. ഇവർ പോയ സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമായിരുന്നു കേട്ടോ. ഇവർ പോയ സമയം കൊണ്ട് എന്തെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമായിരുന്നു. ചേച്ചിയുടെ ഫേവറേറ്റ് പെന്നുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കുറച്ച് പേനകളൊക്കെ നോക്കിയതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല. എനിക്കൊരു ഷൂ വേണം. ഷൂ ഒന്നുമില്ല. സിൽപ്പർ പോലത്തെ സിൽപ്പർ വീട്ടിലിടാൻ പറ്റുന്ന സിൽപ്പർ പോലത്തെ അത് എടുത്തത് കൊട്ടി. അപ്പം ഞാൻ ഊരി ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം. അപ്പം നമ്മൾ സിൽപ്പറും എല്ലാം എടുത്തിട്ടുണ്ട്. നോക്കാം. ശിവാനി ശരിയാവത്തില്ല. ഈ ശിവാനി ഇവിടെ നിർത്താൻ കൊള്ളത്തില്ല. ശിവാനി നേരെ വീട്ടിൽ പോവാം. അറിയത്തില്ല, അതാണ് കുഴപ്പം. ഇവിടെ കൊണ്ടുപോകും.
നമുക്ക് പോകാം. ഇനിയൊന്നുമില്ല. അമ്മ ഇല്ല പേനുണ്ടോ അമ്മ ഇവിടെ? ഞാൻ മറ്റേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ മറ്റേ പേനില്ല, നീല കളറ് പേന ഉണ്ടല്ലോ. എന്തിയാ പേന? ഇതില്ലായിരുന്നു. നോക്കാം. അപ്സരയുടെ കട്ട്. ഞാൻ എൻ്റെ പേന നോക്കട്ടെ. പേന തപ്പാം. അപ്സരയുടെ പെൻസിൽ മേടിക്കണം. രണ്ടും ശിവാനി അതും എടുത്ത് എന്ത് കണ്ടാലും അപ്പം എടുത്തോളൂ. ഞാൻ ഇട്ടാ അപ്പം അതിനകത്ത് തിരികെയും ചെയ്തു ചോദിക്കാൻ പറയാം വേണ്ട. നമുക്ക് ബില്ലടിക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ബില്ലൊക്കെ പോവാണ്. അപ്പം നമ്മൾ നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് പോവാം. എക്സാം ബോർഡ് മാത്രം മേടിക്കാൻ പോയ കുട്ടിയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മഴ പെയ്യുന്നു ഗൈസ്. അപ്പം നമുക്ക് മഴ തോന്നിട്ട് പോവാം. ഇനി വീട്ടിലെ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അതുകൂടെ മഴ ചെറുതായിട്ട് തോന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി വീട്ടിലെ സാധനം മേടിക്കാൻ പോകണം. അപ്പം എന്നിട്ട് നമുക്ക് പോവാം. ശിവനി റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കുന്നു. മഴ എനിക്കാണ് എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ളത്. ശരിയാ. ബോർഡ് മേടിച്ചു, സ്ലിപ്പർ മേടിച്ചു, പിന്നെ ഒരു എന്ത് മേടിച്ചു? കോമ്പ് മേടിച്ചു. നമുക്കിനി വീട്ടിലെ സാധനം മേടിക്കാൻ പോവാം. നമ്മളങ്ങനെ ചെമ്മി കയറിയിട്ട് ഇറങ്ങി. ഇനി നമ്മൾ എന്തിനു പോവാണ്? വീട്ടിലെ സാധനം മേടിക്കാൻ പോവാൻ. പോവാം. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എന്ത് മേടിക്കാൻ പോകണേ? വീട്ടിലെ സാധനം മേടിക്കാം. ഏറ്റവും കയറാം. വീട്ടിലെ സാധനം മേടിക്കാം. നമ്മൾ ഷീനി മേടിക്കാൻ വന്നെയാണ്. നമുക്ക് ശിവാനും നമ്മൾ ചീനി മേടിച്ചിട്ട് ഇറങ്ങി. നമുക്ക് അടുത്ത സാധനം മേടിക്കാൻ പോവാം. നമ്മുടെ സ്വന്തം കേരളവരാണ്. എപ്പോഴും നമ്മൾ വരുന്ന നമ്മുടെ സ്ഥിരം സ്ഥലമാണിത്. നമ്മൾ എനിക്കൊന്ന് മാസത്തിൽ 30 ദിവസവും വരാറുണ്ട്. ഒരു മാസം എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വരാറുള്ളതുകൊണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഗൈസ്. നമ്മൾ എന്താ മേടിക്കാൻ വന്നേ? നമ്മൾ പുട്ടുപൊടി മേടിക്കാൻ വന്നേ ഗൈസ്. നമ്മൾ പുട്ടുപൊടി മേടിക്കാൻ വന്നതാണ്. നമുക്ക് കടയ്ക്ക് അകത്തോട്ട് കയറാം. ശിവാനി നമുക്ക് സാധനം എടുക്കാം. ഇപ്പോഴാണ് എടുക്കാൻ വന്നത്. ഞാൻ പുട്ടുപൊടിന്നാണ് കേട്ടത്. നമ്മുടെ ശിവാനി ഇവിടെ കാണാനില്ല. എങ്ങോട്ട്? നമ്മ ശിവാനിയാ പിന്നെ പോയി അവിടെ കണ്ട് നിന്നിട്ട് ഒന്ന് മാറ്റാം. നമ്മൾ സാധനം മേടിച്ചിട്ട് ഇറങ്ങി. ഇനി നമുക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം.
ഗൈസ് നമ്മൾ മഴയായത് കാരണം നേരെ വീട്ടിൽ വന്ന് ഇനി വേണം നമുക്ക് കടയിലോട്ട് പോകാൻ. നമ്മുടെ വീട്ടിനടുത്തുള്ള കടയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്വന്തം കട, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ കടയിലെത്തി. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് അമ്മാമ്മ കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നുള്ള വെറൈറ്റി വീഡിയോ ബൈ.